സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തും. രാത്രി 12-നും അരമണിക്കൂർ നിയന്ത്രണം. തീരുമാനം കെഎസ്ഇബി ഉന്നതതല യോഗത്തിൽ. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ജനങ്ങൾ സഹകരിക്കണമെന്ന് കെഎസ്ഇബി. സംസ്ഥാനത്ത് സൂര്യാതപമേറ്റ് മരണം. ചികിത്സയിലായിരുന്ന വെൽഡിംഗ് തൊഴിലാളി മരിച്ചു. മരിച്ചത് ഇടവ വെൺകുളം സ്വദേശി ഷൈൻ. പാലക്കാടും കൊല്ലത്തും വെയിലത്ത് കളിക്കാനിറങ്ങിയ കുട്ടികൾക്ക് പൊള്ളലേറ്റു. നിതിൻ രാജിന് നീതി തേടി ഹർത്താൽ തുടരുന്നു. ബലം പ്രയോഗിച്ച് ആരെയും തടയില്ലെന്ന ആക്ഷൻ കൌൺസിലിന്റെ പ്രഖ്യാപനം പാലിക്കപ്പെട്ടില്ല. വ്യാപകമായി വാഹനം തടഞ്ഞു, കടകൾ അടപ്പിച്ചു. സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. 101 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് ഡിജിപി കോടതിയിൽ. പോസ്റ്റൽ വോട്ട് പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹൈക്കോടതി. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആര് നൽകുമെന്ന് ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകാത്തത് ഗൌരവതരമെന്നും ഹൈക്കോടതി. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് വരെ പോസ്റ്റൽ ബാലറ്റ് നൽകാൻ അവസരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോടതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ നാളെ. വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ വൈകിട്ട് 6:30 കോഴിക്കോട് ജില്ലയിലെ വിവിപാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥികൾ. മെറ്റീരിയൽ റൂം തുറന്നെന്ന് പരാതി. ബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. SSLC ഫലപ്രഖ്യാപനം അടുത്ത മാസം 15-ന്. ഹയർ സെക്കൻഡറി ഫലം മെയ് 22-ന് അറിയാം. പഠന പിന്തുണ ക്ലാസുകൾ നടത്താൻ കഴിയാത്തയിടങ്ങളിൽ മാനദണ്ഡപ്രകാരം മാർക്ക് നൽകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഷിയാസ് കരീമുമായുള്ള ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട പരാതിക്കാരിയായ വനിത. പണം ആവശ്യപ്പെടുന്നത് ഓഡിയോയിൽ. ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാ മതി, അല്ലെങ്കിൽ പണിപാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിൽ കേസെടുത്ത് പാലാരിവട്ടം പോലീസ്. സത്യം പുറത്തുവരുമെന്ന് ഷിയാസ്. ട്രംപിന്റെ ചടങ്ങിൽ വെടിയുതിർത്ത യുവാവിനെതിരെ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി. പ്രതി കോൾ തോമസ് അലന് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിച്ചേക്കാം. വെടിവെപ്പിൽ പരിഭ്രാന്തനായില്ലെന്ന് ട്രംപ്. അമേരിക്കയെ വെല്ലുവിളിച്ച ഇറാൻ യുദ്ധത്തിൽ 1 ലക്ഷ്യം പോലും അമേരിക്ക നേടിയില്ലെന്ന് വിദേശകാര്യമന്ത്രി. US ചർച്ചയ്ക്കായി കെഞ്ചുന്നുവെന്ന് അറഗ്ചി. അപേക്ഷ പരിഗണിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി.